ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു പായസത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അതിന് വേണ്ടിയ കടലപ്പരിപ്പ് വേവിക്കാൻ വേണ്ടി നമ്മൾ കുക്കറിലേക്ക് ഇട്ടു. ആ സമയം കൊണ്ട് നമുക്ക് കുറച്ച് ശർക്കര പാനി ഉണ്ടാക്കണം. നമുക്ക് പിടി ഉണ്ടാക്കാനുള്ള കുറച്ച് വെള്ളം അടുപ്പത്ത് വെച്ചു. ഒരു ഭാഗത്ത് നമ്മളെ പരിപ്പ് വേവുന്നുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, കുറച്ച് അരിപ്പൊടി എടുത്തിട്ട് നമുക്ക് അതിൻ്റെ മാവ് സെറ്റ് ചെയ്യണം പിടി ഉണ്ടാക്കാനുള്ള. അതിൻ്റെ മാവ് തിളച്ച വെള്ളത്തിലേക്ക് ലേശം ഉപ്പ് ഇട്ടിട്ട് അതവിടെ റെഡിയാക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ മാവ് ഇവിടെ കുഴച്ച് പരത്തി നീട്ടി വടി പോലെ ആക്കി വെച്ചിട്ടുണ്ട്. ഈ സാധനം നമുക്ക് അടുത്ത സ്റ്റെപ്പ് എന്താ വെച്ചാൽ ഇതിങ്ങനെ ചെറിയ ക്യാപ്സ്യൂളുകളാക്കിയിട്ട് ഇങ്ങനെ മാറ്റിയെടുക്കണം. ഇതാണ് ഇതിൽ ഏറ്റവും വലിയ ടാസ്ക് കേട്ടോ. സംഗതി ടാസ്ക് ആണെങ്കിലും ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ ഈ സംഗതികളൊക്കെ ചെറിയ ക്യാപ്സ്യൂളിലാക്കി ഇങ്ങനെ മാറ്റുക. ഹായ്, അപ്പോൾ നമ്മൾ ക്യാപ്സ്യൂളൊക്കെ ഫുള്ള് സെറ്റായിട്ടുണ്ട്. അപ്പം ഈ ക്യാപ്സ്യൂൾ പിടികളൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, നേരത്തെ കുക്ക് ചെയ്ത് വെച്ച പരിപ്പിലേക്ക് ഇട്ട് കൊടുക്കുന്നു. ഇനി ഇതിലേക്ക് നമുക്ക് എന്ത് ചെയ്യണം, നേരത്തെ ആക്കി വെച്ച് ശർക്കരപ്പാനിയും കൂടി ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ ഈ ശർക്കരപ്പാനിയും നമ്മളെ പരിപ്പും നമ്മളെ പിടിയും ഒന്നാകെ എന്ത് ചെയ്യും, നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒന്ന് കുക്ക് ചെയ്യാം. അപ്പം ഈ മധുരം ഇതിലേക്കൊക്കെ എന്ത് ചെയ്യും, നല്ല ആഡായി. അപ്പോൾ ഇത് കുക്ക് ചെയ്ത് ഇത് നല്ലൊരു കൺസിസ്റ്റൻസി ആകുമ്പോൾ ഇതിലൊക്കെ കുറച്ച് ഏലക്കാപ്പൊടിയും പിന്നെ നമ്മൾ അരിപ്പൊടി കുറച്ച് എന്ത് ചെയ്യുക, മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. നമ്മൾ പായസം ഇവിടെ നല്ല കുക്കായി വരുന്നുണ്ട്. ആ ടൈം കൊണ്ട് നമുക്ക് കുറച്ച് തേങ്ങ ചെറിയതെടുത്ത് കുറച്ച് തേങ്ങാക്കുത്തും ഉണ്ടാക്കി കുറച്ച് തേങ്ങ നമ്മൾ എന്ത് ചെയ്തു, കുറച്ച് തേങ്ങ നമ്മൾ തേങ്ങാപ്പാൽ ഉണ്ടാക്കി. തേങ്ങാപ്പാൽ നമ്മൾ നേരത്തെ കുക്ക് ചെയ്ത് വെച്ച് അതിലേക്ക് ഒഴിച്ചെടുത്ത് നന്നായിട്ട് തിളപ്പിച്ചു. ഇനി അത് വറവിടാൻ വേണ്ടിയിട്ട് തേങ്ങാക്കൊത്ത് കുറച്ച് നെയ്യിലിട്ട് അത് വറവ് ചെയ്ത് സെറ്റ് ചെയ്താൽ അങ്ങനെ നമ്മളെ പായസം റെഡി ആയിട്ട്. ഇത്ര പണിയുള്ളൂ, സിമ്പിളാണ്, ടേസ്റ്റിയാണ്. നമുക്കിത് പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം. അടിപൊളിയായിട്ട് നല്ല ക്രീമി ആയിട്ട് ആ പായസമാണ് വന്നിട്ടുള്ളത്. ഭയങ്കര ക്രീമിയാണ്, അതുപോലെ ഭയങ്കര ടേസ്റ്റുമാണ്. അത് കണ്ടോക്കിയാൽ തന്നെ അറിയാം. അപ്പോൾ പഞ്ചസാര ഒന്നുമില്ലാതെ ശർക്കര കൊണ്ട് തന്നെ നമുക്ക് നല്ല അടിപൊളി പായസം ഉണ്ടാക്കാം. അപ്പോൾ മസ്റ്റ് ട്രൈ ഐറ്റമാണ്. എല്ലാവരും എന്തായാലും ട്രൈ ചെയ്തിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ഓക്കെ, സോ ഗൈസ്, യു എൻജോയ് മൈ വീഡിയോ. താങ്ക് യു, ബൈ ബൈ.